ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലൂട്ടർക്കാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അടർന്ന കാട്ടിനുള്ളിലാണ്. പോകാൻ പോകുന്നത് ഒരു അടർന്ന കാട്ടിനുള്ളിലെ ഒരു ഗ്രാമത്തേക്കാണ് കേട്ടോ. സംഗതി ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ബ്ലാക്ക് പാന്തർ, കരടി, ലെപ്പേർഡ്, ടൈഗറൊക്കെ വളരെ എളുപ്പത്തിൽ സൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇന്ന് ഈ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടോ, ഭയങ്കര അമാനുഷമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ഫീൽ തരും. ഏതൊരു ഹോളിവുഡ് മൂവി കാണുന്ന പോലെ ഒരു ഫീലാണ് ഇതിൻ്റെ ബാക്കും ഇതൊക്കെ കാണുമ്പോൾ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കോത്തഗിരിയിലാണ്. കോത്തഗിരിയിൽ ഇതുവരെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കീഴ്കോത്തഗിരിയിൽ കരിക്കൂർ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. അതായത് ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ആ ഗ്രാമം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് ആ വില്ലേജിൽ എത്തിപ്പെടാൻ. ഇത് അടർന്ന കാട്ടിനുള്ളിൽ. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കാൻ തന്നെ എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. കാരണം ഇതുണ്ടോ, ഭയങ്കര ഡെൻസ് ഫോറസ്റ്റാണ്. ഇവിടെ ബ്ലാക്ക് പാന്തറൊക്കെ വളരെ എളുപ്പത്തിൽ ഇവിടെ ആൾക്കാരൊക്കെ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ പട്ടിനി പൂച്ചനെ നോക്കുന്ന പോലെ ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലാക്ക് പാന്തറും ലെപ്പേർഡും ഇടയ്ക്കിടയ്ക്ക് സൈറ്റിംഗ് ആവുന്നത്. നമ്മുടെ ഹരിബ്രോ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഹരിബ്രോ ഇത് കൂടെ ഒരു 10 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. ഹരിയാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്, വാ അങ്ങോട്ട് പോവാന്ന്. അവന് ഇവിടെ കരടിനെയും പുലിയനും ആനേനൊക്കെ പിന്നെ സുലഭമായിട്ട് ആൾ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും സൈറ്റിംഗ് ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്യാം. ഇനി നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നേരെ നമ്മളൊരു ഫോറസ്റ്റ് റൈഡ് ചെയ്ത് നേരെ ആ വില്ലേജിലേക്ക് പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ മേ ബി നിങ്ങൾക്ക് കാണാൻ പുതിയതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഇന്നുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫ്രണ്ട്സ്, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫുള്ളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂടെ ടസ്കർ ട്രാക്കർ ഹരിബ്രോ എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടൊക്കെ കരിമ്പുലി ഇപ്പം മുന്നിക്കൊന്നും ചാടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ അടർത്തി കാടാണ് ഈ കോത്തഗിരി എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളോട് എടുത്ത് പറയണ്ടല്ലോ, ഭയങ്കര ഡെൻസ് കാടാണ്. ഈ ചുട്ടുപൊള്ളണ വെയിലത്തും ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ സീനറി ഇങ്ങനെ കണ്ടോ, ഏതൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഇതൊക്കെ നിങ്ങൾ ഏതൊരു ഹോളിവുഡ് മൂവി കാണുന്ന പോലൊക്കെ ഒരു ഫീല്. ഭയങ്കര ഡെൻസ് ഫോറസ്റ്റിനുള്ളിലേക്കാട്ടെ നമ്മൾ പോകാൻ പോണത്. പോണ വഴിക്ക് അങ്ങനെ സൈറ്റിങ് എന്തൊക്കെയാ ഉള്ളത് അതും കൂടെ കണ്ടിട്ട് പോവാട്ടോ. ഫ്രണ്ട്സ്, ഞാൻ കരിക്കൂർ എന്നല്ലേ പറഞ്ഞത്. ഈ കരിക്കൂർ മാത്രമല്ല കേട്ടോ ഈ കാട്ടിനുള്ളിലുള്ളത്. ഒരുപാട് സെറ്റിൽമെന്റ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സംഗതി ഈ കയറിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ആരെങ്കിലും പിടിക്കുമെന്നുള്ള പേടിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും ഇത് യാത്ര ചെയ്യാൻ പാടില്ലാത്തൊരു റോഡാണ്. ടൂറിസമായിട്ട് വരുന്ന നമ്മളെ പോലത്തെ ആളുകൾക്കൊന്നും ഇവിടെ പോകാൻ അലോഡില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ, ആളുടെ സപ്പോർട്ടിലാണ് പോകുന്നത്. ആൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയുള്ള പെർമിഷൻ എടുത്തുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടൂറിസമായിട്ട് വരുന്ന നമ്മളെ പോലുള്ള ആളുകളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അലോഡില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ റോഡുകൾ നമ്മൾ നീലഗിരി മാത്രമല്ല, കാട്ടുപാതകളിൽ ഒരുപാട് സെറ്റിൽമെൻറ്റ് വില്ലേജുകളുണ്ട്. അങ്ങനെ ഈ കാട്ടിനുള്ളിൽ ഒരുപാട് സെറ്റിൽമെന്റിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അതൊക്കെ ഇതുവരെ ആരും പോവാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കയറി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ഈ പോകുന്ന ഈ പാത ഉണ്ടല്ലോ, ഈ പാത എന്ന് പറഞ്ഞത് കരിക്കൂര് മാത്രമല്ല എന്ന് പറഞ്ഞില്ല, പോകുന്ന വഴിക്ക് വേറൊരു വില്ലേജും കൂടി ഉണ്ട്. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവിടെ അനിമൽസ് ഡെൻസിറ്റി വളരെ അധികമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ മരത്തിൽ വീടുണ്ടാക്കിയിട്ട് അതിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനിമൽസിന്റെ പ്രസൻസ് വളരെ അധികമായതുകൊണ്ടാണ്. ഈ പോകുന്ന റൂട്ടുകളൊക്കെ കണ്ടില്ലേ, പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഇവിടെ ഒരു ആനപ്പിണ്ടം കണ്ടായിരുന്നു. അതായത് രാത്രി വന്നിട്ട് പോയിട്ടുള്ളൂ. അത് ഏകദേശം ഒരു ദിവസത്തെ പഴക്കേ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആന ഇവിടെ സ്ഥിരം വരാവുന്ന ഒരു സ്പോട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പും പിന്നെ തൊട്ടടുത്ത് ഇവിടെ ഒരു റിവറും ഉണ്ട്. അവിടെ വെള്ളം കുടിക്കാനും പിന്നെ ഈ കാടുകളിൽ കഴിക്കാനും ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ആനയ്ക്ക്. അതുകൊണ്ട് തന്നെ ആനകൾ ഇവിടെ വളരെയധികം കൂടുതലാണ്. കാരണം ഈ ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. ഈ വരുന്ന ആളുകളൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ തേയില എസ്റ്റേറ്റ്, അതായത് എസ്റ്റേറ്റിലേക്ക് പണിയെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ വില്ലേജിലത്തെ ട്രൈബൽ സെറ്റിൽമെന്റിൽ പെട്ടവരാണ് അവർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ വീഡിയോയുടെ എപ്പിസോഡ് 2 കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാവും. ഈ കാട്ടിലൂടെ അവർ നടന്നിട്ടാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോൾ ബസ് ഇല്ലെന്നാണ് കേട്ടത്. പിന്നെ ഞാൻ തന്നെ ഒരു ബസ് കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരേ ഒരു ബസ് മാത്രം ഈ വില്ലേജിലോട്ട് വന്ന് പോകും. അതും ഇവിടെ വരുന്ന ആളുകൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ള ഒരു ബസ്സാണ് അത്ര. പുറത്തുനിന്ന് ആളുകൾ ഇതിലേക്ക് വരാറില്ല.
ഇപ്പോൾ ജോലിക്ക് പോയിരുന്ന ആളുകളൊക്കെ അല്ലേ, അവർ ചില നേരത്തെ തിരിച്ച് നടന്നാണ് വരാറ്. അതൊക്കെ എപ്പിസോഡ് 2 കാണും കേട്ടോ. അതായത് ഈ കാണുന്ന ഈ കാടുണ്ടല്ലോ, ഇരുട്ടായതിനു ശേഷം പണി കഴിഞ്ഞ് ഇതിലൂടെ യാത്ര ചെയ്യാതെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ഡെൻസ്ഡ് ഫോറസ്റ്റ് ആണല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിലൂടെയൊക്കെ നടന്നു വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ചങ്കൂറ്റം നമ്മൾ സമ്മതിക്കേണ്ട വേണം. പിന്നെ ഒക്കെ ഒരുപാട് സംസാരിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ശീലമായി ഞങ്ങൾക്ക്, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആക്രമണമൊന്നും നടന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആന ആക്രമിച്ചതും കടുവകൾ ആക്രമിച്ചതും. പിന്നെ ഈ കീഴ്ക്കോത്തഗിരിയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ്, അതായത് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലമാണോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അതല്ല. ഇത് ഒട്ടും ഇതുവരെ ആൾക്കാർ വരാത്തൊരു സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുന്ന അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രൈബൽ സ്റ്റേറ്റ്മെൻറ്റിൽപ്പെട്ട നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അങ്ങേരാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള പെർമിഷൻ എടുത്തു തന്നത് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട ഒരു ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ മോനെ എങ്ങനെയാണ് ഈ കൊടുങ്കാട്ടിലൊക്കെ ഈ ഡാറിട്ട റോഡും കോൺക്രീറ്റ് റോഡൊക്കെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നീ സത്യം പറയുന്നത് ഈ കാട്ടിലൂടെ തന്നെയാണോ പോകുന്നത്? ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ കൊടും വനത്തിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ കോൺക്രീറ്റ് റോഡും ഡാറിട്ട റോഡുകളൊക്കെ അവർക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത്. എന്താ ബസ് ഫെസിലിറ്റി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കുറവാണ്. പക്ഷേ ഒരു നേരത്തിന് ഒരു ബസ് വന്നു പോകും, അതാണ് അവരുടെ യൂസ് ചെയ്യുന്ന ബസ്. പിന്നെ ഈ ഡാറും ഇതുള്ളത് കൊണ്ട് ഇതൊന്നും കാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് വേണ്ടി ഗവൺമെൻറ് അത് ചെയ്തു കൊടുക്കുന്നതല്ലേ. അതിങ്ങോട്ട് പോകുന്ന പാത അവർക്ക് ഡാറിട്ട റോഡും കോൺക്രീറ്റ് റോഡൊക്കെ അവർക്ക് പാസ്സാക്കി കൊടുത്ത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഡാർ റോഡും കോൺക്രീറ്റ് റോഡൊക്കെ കാണുമ്പോൾ കാടാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ റോഡൊക്കെ വന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ്. അതായത് ഈ റീസെൻ്റ്ലി ആണ് ഈ റോഡും ഡാറിട്ട റോഡും കോൺക്രീറ്റ് റോഡൊക്കെ ഉണ്ടായത്. ഇതിന് മുമ്പ്, അതായത് ആദ്യ കാലങ്ങളിലൊക്കെ ഇത് വെറും നടപ്പാതയായിരുന്നു, നടന്നു പോകുന്ന പാതകളായിരുന്നു. ആ നടന്നു പോകുന്ന നേരത്താണ് ഒരുപാട് ആക്രമണം ഉണ്ടാകുന്നത്. ആന ആക്രമിച്ചു, കടുവ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കേൾക്കാറില്ലേ. അത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോഴാണ്. ആ ആക്രമണങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയുടെ പോക്കുവരത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റോഡുകളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നിർമ്മിച്ച് അവർക്ക് വേണ്ടി കൊടുത്തത്. അല്ലാതെ ഒരു ഡാർ റോഡ് കാണുമ്പോൾ, ഒരു കോൺക്രീറ്റ് റോഡ് കാണുമ്പോഴേക്കും ഇത് കാടല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. ബൈക്കിലൊക്കെ യാത്ര ചെയ്തതുപോലെ ഒരു മോട്ടോ വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ മൈക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര സങ്കടം ഉണ്ടാവും എന്ന് അറിയും. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എക്സൈമായിട്ടൊക്കെ ഒരുപാട് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. മൈക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും റെക്കോർഡായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് ഇവിടെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ശരിക്കും ഒരു മോട്ടോ വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ സങ്കടം ശരിക്കും മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നവരായിരിക്കും അല്ലേ, നിങ്ങൾക്ക് ആ സങ്കടം മനസ്സിലാവുമായിരിക്കും. ഈ വീഡിയോ ഞാൻ കാണുമ്പോൾ, അതായത് അതിൻ്റെ വോയിസ് കേൾക്കാതെ ഇരിക്കുമ്പോൾ എനിക്ക് എത്ര സങ്കടം ഉണ്ടായിരുന്നു തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലങ്ങളൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഇവിടെ ഓരോരോ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു വന്നു. വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ അതൊക്കെ മറന്നു ഞാൻ ഒരുവിധം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ മരത്തിലാണ് കൂടുതലും ആളുകളും താമസിക്കുന്നത് പറഞ്ഞില്ലേ. ആ സെറ്റിൽമെൻറ്റ് ഇനി കുറച്ച് ദൂരത്തിലൂടെ വരും കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞില്ലേ, അനിമൽസിൻ്റെ ആക്രമം വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ ഇവരൊക്കെ വീട്ടിൽ താമസിക്കുക, അതായത് വീടുകളൊക്കെ ആന വന്ന് ഇടിച്ച് പൊളിക്കുന്നത് കാരണം അവർ മരത്തിലാണ് കൂടുതലും സ്റ്റേ ചെയ്യുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഈ 2026 കേട്ടോ. ആദ്യകാലത്തെ വീഡിയോസ് ഒന്നല്ലേ, 2026 വീഡിയോസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിതാ മോളിൽ നിന്ന്, അതായത് മോൾ കോത്തഗിരിയിൽ നിന്ന് താഴ്ക്കോത്തഗിരിക്ക് ഒരുവിധം വന്നിട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇത് കണ്ടില്ലേ വീടുകളൊക്കെ. ഇവിടെയൊക്കെ ഇറങ്ങിപ്പോയി വീഡിയോ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കൂടെ വന്ന ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഇവിടെ ഒന്നും ഇറങ്ങിപ്പോയി ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ഇവിടെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. ആ മോളിൽ കണ്ടില്ലേ വീട്, അതായത് ഒരു കുറ്റിപ്പുര ഉണ്ടാക്കിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിമൽസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അവർ രാത്രികാലങ്ങളിൽ ഈ മരം വരെ കയറി നേരെ കാണുന്ന ഷെഡിൽ നിന്നിട്ട് അവർ സ്റ്റേ ചെയ്യും, രാത്രി ഇങ്ങനെ ഉറങ്ങും. അല്ലാതെ അവിടെ നിന്ന് കാവലുമാക്കും, എന്തെങ്കിലും അനിമൽസ് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കും. ഞാൻ ആ വിരൽ ചൂണ്ടി കാണിക്കുന്നിടത്ത് അവിടെ ഒരു മുത്തശ്ശി നടന്നു പോകുന്നുണ്ട്. പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരോടൊക്കെ സംസാരിച്ചു. നിങ്ങൾ എന്താണ് ഇത്രയും കാലം, അതായത് ഇപ്പോഴും പുറത്തേക്ക് വരാത്ത ചോദിച്ചാൽ, ഇവിടുന്ന് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്നുള്ള ഒരു സന്തോഷം വേറെ എവിടെ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ വിരൽ ചൂണ്ടി കാണിക്കുന്നുണ്ടില്ല, അതാണ് മേൽക്കോത്തഗിരി.
ഞാൻ ഇപ്പം നിൽക്കുന്നത് താഴ്ക്കോത്തഗിരി. അവിടുന്ന് കാട്ടുപാതയിൽ നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും ദൂരം വന്നു. കുറേ ആളുകൾ കോത്തഗിരി എന്ന് പറയും, ചില ആളുകൾ കോട്ടഗിരി എന്ന് പറയും. ഞാൻ കോത്തഗിരി എന്ന് തന്നെ പറയട്ടോ, ഇനി അതിൽ മിസ്റ്റേക്ക് ഒന്നും വരാതെക്കട്ടെ. കരിക്കൂര് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാ ഇപ്പോൾ വേറെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ലായിരുന്നു, കാരണം ഒരുപാട് സെറ്റിൽമെൻ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോരോ സ്ഥലത്തിൻ്റെ പേരും ഓർമ്മയിൽ വയ്ക്കുന്നത് കുറച്ച് കഷ്ടം തന്നെയാണ് കേട്ടോ. ഒരുപാട് വില്ലേജ് ഉണ്ട്, അതായത് ഒരുപാട് സെറ്റിൽമെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ പേരൊക്കെ പറയണം, സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയണമെന്ന്. അത് ആലോചിച്ച് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ നേരത്ത് വേറെ ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, ശരിക്കും നമ്മൾ കരിക്കൂര് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കരിക്കൂര് വരെ ഉള്ള ഈ പാത എന്ന്. ശരിക്കും കരിക്കൂരും കഴിഞ്ഞ് നമ്മൾ പിന്നെയും മല കയറി വേറെ ഏതൊരു വില്ലേജ്, അതായത് ഡെഡ് എൻഡിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് ഇനി പോകുന്ന സ്ഥലത്തേക്ക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് ഫുള്ള് നിങ്ങളെ വെറുപ്പിക്കണം എന്നല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മൈക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് ഫുള്ള്. അതാണ് കാരണം. ഞാൻ ആ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മലയുടെ ചെരുവിലായതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ തീരെ സേഫ്റ്റി ഇല്ല. വണ്ടി മറിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. ഇനി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വേറൊരു വില്ലേജിലോട്ടാണ്. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളോട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടതെന്ന് കൂടുതലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഇവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും ഞാനൊരു കാട്ടുപാതയിലൂടെ യാത്ര ചെയ്ത് വന്നിട്ടാണ് ഈ ഗ്രാമങ്ങളൊക്കെ ഞാൻ കണ്ടത്. അതായത് നമ്മളെ നാട്ടിലുള്ള അങ്ങാടികൾ പോലൊന്നും അല്ല. ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്നിട്ട് വേണം ഇങ്ങനത്തെ വീടുകളും അല്ലെങ്കിൽ ഇവിടുത്തെ താമസിക്കുന്ന ആളുകളൊക്കെ കാണാം. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് മേൽകോത്തഗിരിയാണ്. അതായത് നമ്മൾ കോത്തഗിരിയിൽ നിന്ന് ഊട്ടിക്ക് പോലെ അതാണ് ആ സൂം ചെയ്ത് കാണിക്കുന്നത്. ഇതായി പോയി 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 ലാസ്റ്റ് വേറെ ഏതൊരു മലയുടെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് ഒരു ഡെഡ് എൻഡിൽ പോയി നിൽക്കും. ഇനി നമ്മൾ അവിടെ വരെയാണ് കേട്ടോ ഇന്നത്തെ ഈ ബൈക്ക് റൈഡ്, അതായത് കാട്ട് റൈഡ് എന്ന് പറയാം. കാട്ട് റൈഡ് എന്ന് പറയാമല്ലോ നമുക്ക് അതിന്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്നൊക്കെ. വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിസ്ക് നമ്മൾ തന്നെ അറിയണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ആരെങ്കിലും കൂട്ടി പോകേണ്ടത് എനിക്ക് അവരും കൂടെ ശ്രദ്ധിക്കണം. അല്ല, ഉറപ്പായിട്ട് എൻ്റെ കൂടെ വരുന്നവരെ ഞാൻ സേഫ് ആൻഡ് സെക്യൂറായിട്ട് കൂട്ടി പോയിട്ട് കൊണ്ടുവരും. പക്ഷെ എന്നാലും കാടാണ്, ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന ഫുള്ള് റിസ്ക് പിടിച്ച സ്ഥലങ്ങളിലൂടെ ആയിരിക്കും. കാരണം ബൈക്ക് എടുത്ത്, അതായത് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ ഏതായതും ഒരു പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴല്ലേ ഓരോരോ യാത്രയ്ക്ക് ഓരോരോ അനുഭവം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓരോരോ പ്രാവശ്യം ഇറങ്ങാറ്. എൻ്റെ കൂടെ വരാം, പക്ഷേ റിസ്ക് നമ്മളെല്ലാവരും അറിയണം. എന്നാലും ഒന്നിച്ച് അടിപൊളിയായി യാത്ര ചെയ്യാം കേട്ടോ. വഴിക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഈ കാട്ടുപോത്താണ് കേട്ടോ. കാട്ടുപോത്ത് നമ്മളെ നോക്കിയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ സീനാണ് ഇതാ. അവിടെ ഒരു കാട്ടുപോത്തുണ്ട്. ഇതാ അതിൻ്റെ താഴെ ഒരു കാട്ടുപോത്ത് അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരിക്കുന്നു ഇവിടെ ഒരു കാട്ടുപോത്തുകൾ. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു കാട്ടുപോത്തുണ്ട് എന്നുള്ളത്. ആ കാട്ടുപോത്തിൻ്റെ അടിയിൽ കണ്ടത് നിങ്ങളൊരു കുട്ടിയും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ കാണിച്ചു തരാവേ. സൂം ചെയ്യുമ്പോൾ ഉടയാണ്, എന്നാലും കാണിച്ചു തരാം. ഒരു അവിടെ ഒരു കുട്ടിയുണ്ട്. ഇതെവിടെ ഒരു കാട്ടുപോത്തുണ്ട്. ഇതാ താഴെ ഇവിടെ ഒരു കാട്ടുപോത്ത് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ചെറിയൊരു കഥ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട്. ഇതാ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയൊരു അമ്പലമാണ്. ഈ അമ്പലം ഉള്ളത് വലിയൊരു അരുവിയുടെ അടുത്താണ് കേട്ടോ. ഇത് ഇവിടെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ വരുന്ന ടസ്കർ ട്രാക്കർ ഹരിബ്രോ പണ്ട് ഈ വഴി വരുമ്പോൾ, അതായത് മഴക്കാലങ്ങളിൽ ഈ വഴി വരുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ആൾ ഒരു തവണ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു ഈ സ്ഥലത്തിൽ വെച്ചിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ ആൾ പെട്ടെന്ന് ഒലിച്ചു പോകാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ സൈഡിൽ കാണുന്ന ആ വെള്ളക്കല്ലുകളില്ലേ, ആ റോട്ടിൽ പതിച്ചിട്ടുള്ള ആ കല്ലിൽ പിടിച്ചിട്ട്, അതായത് ആ തൂണിൽ പിടിച്ച് നിന്നത് കൊണ്ട് ആൾ ഒലിച്ചു പോയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ എൻ്റെ നേരെ മുന്നിൽ കാണുന്ന ഈ ആളുണ്ടല്ലോ, അന്ന് അവിടെ ഉണ്ടാവില്ലായിരുന്നു. ജസ്റ്റ് മിസ്സിലാണ് അന്ന് ആൾ ജീവൻ തിരിച്ചു കിട്ടിയത്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. നമ്മൾ പോകുന്നത്, അതായത് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചുള്ള റോഡുകളാണ്. അതായത് പ്രകൃതിനെ എപ്പോഴും പേടിക്കന്നെ വേണം. അന്ന് ആ വെള്ളത്തിൽ ആൾ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കില്ലായിരുന്നു. ആ കാണിച്ചിട്ടില്ല, ആ
കല്ല് പിടിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അന്നേ ആൾ ഒലിച്ചു പോയേനെ. അതാ ഞാൻ പറയുന്നത്, എവിടെ പോയാലും റിസ്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഇതാ മുകളിൽ കണ്ടില്ല, ഇവിടുന്ന് കേട്ടോ വെള്ളം വരുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പ്രകൃതിയായിട്ടും ഉണ്ടാവും, മൃഗങ്ങളായിട്ടും ഒക്കെ ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ വരാം, വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. പക്ഷെ റിസ്ക് ഉള്ളത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് അറിയണം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ചുരപ്പാതകളില്ലേ, അതായത് നമ്മുടെ വയനാട് ചുരം, നമ്മുടെ നാടുകാണി ചുരം, അങ്ങനെ ഒരുപാട് ചുരങ്ങളുണ്ടല്ലോ. അങ്ങനെ ചുരങ്ങളൊക്കെ വെല്ലുന്ന റോഡുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ശരിക്കും ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ റോഡുകളൊക്കെ ചെങ്കുത്തനെയാണ്. ചെങ്കുത്തനെ പറഞ്ഞാൽ ചെങ്കുത്തനെയാണ്. കല്ലട്ടി അറിയില്ല നിങ്ങൾക്ക്? മസനഗുഡി വഴി ഊട്ടിലേക്ക് ഒരു യാത്ര, ആ കല്ലട്ടി ചുരം ഉണ്ടല്ലോ, അതുവരെ തോറ്റുപോകും. അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു തനിയായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്ന വേണം ആ റൂട്ട്. കാരണം എന്താ വെച്ചാൽ, അത് അത്രയും അടിപൊളി റൂട്ടാണ്, അത്രയും റിസ്ക് ഉള്ള റൂട്ടാണ്. ഞാൻ അവിടെ പോകുന്നുണ്ട്. അതിന് മുമ്പ് ആർക്ക് വരണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. നിങ്ങൾക്കും കൂടെ ആ സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് വരില്ല ആ സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ്. പിന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ ആരും വരില്ലല്ലോ. ഞാൻ കാണിച്ചു തരാൻ എന്താ വെച്ചാൽ, അതിൻ്റെ ടോപ്പിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല എന്നാണ് ഞാൻ ഈ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ആർക്കും അലൗഡ് ഇല്ലല്ലോ. അത് തന്നെയാണ് കാരണം, വേറെ ഒന്നുമില്ല. അത് ഇവിടെയുള്ള ആളുകൾ മാത്രം പോയി വരുന്ന ഒരു അമ്പലമാണ്. എനിക്ക് പോലും അവിടെ പോകാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ചോദിച്ചു ആ അമ്പലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് അറിയോ, ആ അമ്പലം ഉള്ളത് അത്രയും മലയുടെ നെറൂലാണ്. അപ്പോൾ അവിടുന്ന് ഒരു വ്യൂ എങ്ങനെ ഉണ്ടാവും മൊത്തം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ. കുറച്ചും കൂടെ ഉള്ളു നമ്മളെ വില്ലേജിൽ കേട്ടോ. ലാസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ മൈക്ക് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു അടിപൊളി ഒരു ഫീലിംഗ് തന്നെയായിരിക്കും. എനിക്ക് എടുത്ത് വലിച്ചു എറിഞ്ഞാലതൊക്കെ തോന്നി. പിന്നെ എന്താ ചെയ്യാനാ, ശതമാനപ്പെടേനെ സമാധാനം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരിക്കും ഇതാ ഇവിടെ കഴിഞ്ഞ് ഇതൊക്കെ ആന ചവിട്ടി കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഡെഡ് എൻഡിൽ വന്ന് നമ്മൾ നിന്നിട്ടോ. ഇതിൻ്റെ അടിക്ക് ഇനി പോകാൻ പറ്റില്ല, റോഡില്ല, ഒന്നുമില്ല, കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചു പോയിട്ട് ഇവിടെ കാണുന്ന വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ ഡെഡ് എൻഡിൽ വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. സോ ഫൈനലി ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ഫോറസ്റ്റ് റൈഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര അടർന്ന കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ടോ ഫ്രണ്ട്സ്. ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതും ഒക്കെ ഓക്കെ, ഇതുപോലെ സ്ഥലങ്ങൾ നിങ്ങളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയുന്നതൊക്കെ ഓക്കെ. പക്ഷെ ശ്രദ്ധിക്കണം, വളരെ റിസ്ക് പിടിച്ച റോഡാണ് ഇതൊക്കെ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ വരണ്ടാന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ച് വെയിൽ നേരം ആയതുകൊണ്ടാണ് അനിമൽസ് വല്ലാതെ ഇറങ്ങാത്തത്. നന്ന രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സൈറ്റിങ് ഉറപ്പായിരിക്കും. നമ്മൾ ആ മലയുടെ, അതായത് മേൽക്കോത്തഗിരിന്ന് കീഴ്ക്കോത്തഗിരി വന്നിട്ട് അവിടുന്ന് പിന്നെയും താഴെ, അതായത് ഡെഡ് എൻഡ് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇപ്പോൾ ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഫോറസ്റ്റ് റൈഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.